കണയം വല്ലപ്പുഴ റോഡിൽ മണ്ണാരമ്പാറ കല്ലുരുട്ടി പ്രദേശങ്ങളിൽ വലിയ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാകുന്നു. ശനിയാഴ്ച തീർത്ഥാടകരുടെ ബസ് കുടുങ്ങിക്കിടന്നത് 4.5 മണിക്കൂറോളം നേരം. 2 ദിവസം മുമ്പ് ഭാരം കയറ്റിയ ലോറി കുടുങ്ങിയ സംഭവമുണ്ടായിരുന്നു. ഇതോടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഒരാഴ്ച മുമ്പാണ് ഭാരം കയറ്റി വന്ന ലോറി ഇതേ റോഡിൽ മണ്ണാരമ്പാറയിലെ കയറ്റം കയറാനാകാതെ കുടുങ്ങിക്കിടന്നിരുന്നത്. ഇന്നലെ രാത്രി 2 ലോറികളും ഇതേ കയറ്റത്തിൽ കുടുങ്ങിക്കിടന്നിരുന്നു. ഇതിന് പിന്നാലെ തമിഴ്നാട് സേലത്തിൽ നിന്നുമുള്ള 55ഓളം ഭക്തരുമായി തിരുനാവായ ക്ഷേത്രദർശനത്തിനായി പോകുകയായിരുന്ന ബസ്സാണ് ശനിയാഴ്ച പുലർച്ചെ കല്ലുരുട്ടിൽ റോഡിൽ കുടുങ്ങിയത്. 4.5 മണിക്കൂറിൽ അധികം നേരം ബസ്സിലുണ്ടായിരുന്ന സ്ത്രീകൾ ഉൾപ്പെടുന്ന യാത്രക്കാർ എന്തു ചെയ്യണമെന്നറിയാതെ പെട്ടുപോയി. ഭാരവുമായി വന്നിരുന്ന 2 ലോറികൾ മണ്ണാരമ്പാറയിൽ കുടുങ്ങിക്കിടന്നതിനാൽ മുന്നോട്ടു പോകാനായില്ല. ഇതോടെ 1 കിലോമീറ്ററോളം ദൂരം ബസ്സിന് പുറകോട്ടേക്ക് ഇടിക്കേണ്ടി വന്നു. സമീപത്തുള്ള ഗ്രൗണ്ടിനോട് ചേർന്ന് ബസ് തിരിക്കാനുള്ള ശ്രമത്തിനിടെ റോഡരികിലെ പൈപ്പ് ചാലിൽ പിൻചക്രം പൂർണ്ണമായും താഴ്ന്ന് ഒരു ഭാഗം ചെരുകയാണ് ഉണ്ടായത്. മുന്നിൽ കുടുങ്ങിക്കിടന്നിരുന്ന 2 ലോറികളും ക്രെയിൻ ഉപയോഗിച്ച് രാവിലെ 8:30 വലിച്ചു കയറ്റിയ ശേഷമാണ് പിന്നീട് ബസ്സിന് മുന്നോട്ട് പോകാനായത്. വാരണാസിയിലെ റോഡ് അറ്റകുറ്റപ്പണി തുടർന്ന് ഉയരമേറിയതും ഭാരമേറിയതുമായ വാഹനങ്ങൾ ഈ വഴി പോകുന്നതും റോഡിൽ കുടുങ്ങുന്നതും പതിവാണ്. കഴിഞ്ഞ ദിവസം ലോറി കുടുങ്ങിയ പ്രദേശത്തെ കുടിവെള്ള പൈപ്പ് പൊട്ടിയത് അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർക്കാത്തതിനാൽ പ്രദേശത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. വാർഡ് കൗൺസിലർ സിനി മനോജ് സ്ഥലം സന്ദർശിച്ചു. പ്രദേശത്ത് ഇപ്പോൾ ഈ ഒരു കാഴ്ച പതിവാണ്. നിരവധി വാഹനങ്ങളാണ് ഇവിടെ വന്ന് കുടുങ്ങിപ്പോകുന്നത്. വല്ലപ്പുഴ വഴി പട്ടാമ്പിക്ക് ആക്സസ് ഉള്ളത് കൊണ്ട് തന്നെ പട്ടാമ്പി റോഡ് റിപ്പയർ തുടങ്ങിയതിന് ശേഷം 1 മാസത്തിലധികമായി ഇതിലൂടെ വണ്ടികൾ പോകുന്നു. അവിടെ ബ്ലോക്കായ ഉടനെ വണ്ടികൾ തിരിച്ചു വിടുകയാണ് പതിവ്. പക്ഷേ അവിടെ ആലഞ്ചോട്ടിൽ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു വിടുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ബ്ലോക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ വലിയ കയറ്റങ്ങളും ഇല്ലാത്തവർക്ക് ഭാരമുള്ള വണ്ടികളൊക്കെ സുഖമായിട്ട് കയറി പോകും. എന്നാൽ ആലഞ്ചോട്ടിൽ യാതൊരു അവിടെ ഒരു പോലീസുകാരെ നിർത്താതെ കുളപ്പുള്ളിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് തിരിച്ചു വിടുമ്പോൾ എല്ലാ വണ്ടികളും നമുക്ക് ലാഭം നോക്കി കണയം വല്ലപ്പുഴ വഴിയാണ് പോകുക. കല്ലുരുട്ടി വല്ലപ്പുഴ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയൊരു കയറ്റാണ്. ആ ഒരു കയറ്റം നമുക്ക് ഭാരമുള്ള വണ്ടികൾ കയറില്ല, വലിയ വണ്ടികൾ കയറില്ല, നീളം കൂടുതലുള്ള വണ്ടികൾ തിരിഞ്ഞു വരുമ്പോഴും വളരെ അധികം കുടുങ്ങും. ഈ ഒരു സാഹചര്യത്തിൽ വലിയ വണ്ടികൾ പിന്നെ മാത്രമല്ല നമ്മുടെ ലൈൻ ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ, വെള്ളം വെളിച്ചം ഇതെല്ലാം തകരാറാക്കിയിട്ടാണ് വണ്ടികളോട് തിരിക്കുന്നത്. കണയത്തുകാർക്ക് കുറെ നാളുകളായി വെള്ളമില്ല, വെളിച്ചമില്ല, ദുരിതത്തിലാണ് കണയത്തുകാർ. അപ്പൊ ഈ ഒരു അവസ്ഥ കണ്ടില്ല എന്ന് നടിക്കരുത്. ന്യൂസ് സെന്റർ ഷൊർണൂർ.